ഈ മിനി ദുബായിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു സെലിബ്രിറ്റിയാണ്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ദുബായിക്കുള്ളൊരു മിനി ദുബായിലാണ്. ഫ്യൂച്ചറിലെ ദുബായിലെ മിനി ദുബായ് ആകാൻ പോകുന്ന ഈ ഒരു സ്ഥലമാണുള്ളത്. ഈ ഒരു മിനി ദുബായിക്കകത്ത് സ്കൂളുണ്ടാവും, സ്പോർട്സ് ആക്ടിവിറ്റീസ് ഏരിയ ഉണ്ടാവും, മോൾ ഉണ്ടാവും, മോസ്ക് ഉണ്ടാവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഹോസ്പിറ്റൽ, പിന്നെ ഒരു എയർപോർട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ മിനി ദുബായിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു സെലിബ്രിറ്റിയാണ്. ഈ കാണുന്ന ഈ ഒരു ഫേസ് തേർഡ് ഫേസ് ലോഞ്ചാണ്. അതിലും ഒരു മലയാളി സെലിബ്രിറ്റി ടോക്കൺ എടുത്തിട്ട് നിൽക്കുകയാണ് ഒരു വില്ലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ കരുതും സെലിബ്രിറ്റീസ് എല്ലാം വില്ലാസ് മാത്രം എടുക്കുന്നു. അല്ല, ഈ കാണുന്ന 74 ഫ്ലോറിൽ ഓൾറെഡി 3 ബെഡ്റൂമിലും നമ്മളൊരു സെലിബ്രിറ്റി ഓൾറെഡി ടോക്കൺ എടുത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് മിക്ക സെലിബ്രിറ്റീസും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് താമസിക്കുന്നത് അത്യാവശ്യം സെലിബ്രിറ്റി ലെവലിലുള്ളവരാണ് താമസിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നോക്കുന്നുണ്ടാവും, കണക്ടിവിറ്റി നോക്കുന്നുണ്ടാവും. നമ്മുടെ ഡൗൺ ടൗണിലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്.